പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫ്രാക്ഷണൽ റിലേഷൻസ് എന്നുള്ള പോർഷനാണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള പോർഷൻസ് ഒക്കെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നോക്കിയേ, ഇവിടെ നമുക്കൊരു ഫിഗർ ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. ഹിയർ ഈസ് എ സ്ക്വയർ വിത്ത് സം ലൈൻസ് ഡ്രോൺ ഇൻസൈഡ്. ഉണ്ടോ? ഈ ഒരു സ്ക്വയറിനകത്ത് കുറച്ച് ലൈൻസൊക്കെ ഡ്രോ ചെയ്ത് നമുക്കൊരു സ്ക്വയർ നമുക്കിവിടെ തന്നിട്ടുണ്ട്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ഏരിയ ഓഫ് ദി ഹോൾ സ്ക്വയർ ഡസ് ദ ഷെയ്ഡഡ് റീജിയൻ ഒക്യുപ്പൈ. അപ്പോൾ ഇവിടെ ഇതാ ഷെയ്ഡ് ചെയ്തതാ ഇത്രയും പോർഷൻ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അതായത് ഈ പോർഷൻ, ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷൻ്റെ ഏരിയ എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതൊരു ഹോൾ സ്ക്വയറാണ്, അതിൽ ഇത്രയും പോർഷനാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് പല മെത്തേഡുകളുണ്ട്. ഓരോരുത്തരും ചെയ്യുമ്പോൾ ഓരോ മെത്തേഡിൽ ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ 2 ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഒരു സ്ക്വയറാണ് അല്ലേ, ഇതിനെ 4 സ്ക്വയറുകളായിട്ട് നമുക്കിങ്ങനെ ഡിവൈഡ് ചെയ്യാം. അതിലൊരു സ്ക്വയറാണിത് ഈ കാണുന്നത് അല്ലേ. അപ്പം ഇതൊന്നും ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് എന്താണ്, 1/4 ആണ് അല്ലേ. ടോപ്പ് റൈറ്റ് സ്ക്വയർ ഒക്യുപ്പൈ 1/4 ഓഫ് ദി ഏരിയ ഓഫ് ദി ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ ഇത്രയത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1/4 ആണ്. ഇനി ഇതിനകത്ത് തന്നെ നമുക്ക് ഇത്രയും പോർഷൻ എടുക്കാം അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് 1/4 കിട്ടി. ഇനി ഇത്രയും പോർഷൻ എടുക്കാം. ഇത്രയും എന്ന് പറയുമ്പോൾ ഇതിനകത്തെ എത്രയാണിത്, 1/2 ആണ് അല്ലേ. ഈ ഒരു സ്ക്വയർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇത്രയും എടുത്തു കഴിഞ്ഞാൽ ഇതൊരു പോർഷൻ, ഇതൊരു പോർഷൻ, ഇതിനെ നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതെന്താണ്, 1/2. ഓക്കെ, ഇപ്പോൾ ഇതെന്തായി, 1/8 ആയി. അപ്പോൾ ഇത്രയത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1/8 ആയി. ഞാനിങ്ങോട്ട് കാണിക്കാം. നമ്മളിപ്പോൾ എടുത്തത് ഇത്രയും ഏരിയ ആണിത്, 1/8 ആയി. ഓക്കെ, ഇനി അടുത്തത്, ഇനി നമ്മളിതാ ഇവിടെ ഇതൊരു ട്രയാങ്കിളാണ്, ഇതൊരു ട്രയാങ്കിളാണ്, ഇതൊരു ട്രയാങ്കിളാണ്, ഇതൊരു ട്രയാങ്കിളാണ്, ഇതൊരു ട്രയാങ്കിളാണ്. മൊത്തം ഇതിനകത്ത് ഈ 1/2വിനകത്ത് എത്ര ട്രയാങ്കിൾസ് ഉണ്ട്, 1 2 3 4 ട്രയാങ്കിൾസ് ഉണ്ട്. അതിൽ 3 ട്രയാങ്കിൾസ് ആണ് ഇവിടെ ഷെയ്ഡ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എത്രയാണ്, 3/4 അല്ലേ. 4ൽ 3 എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3/4. അപ്പോൾ 1/8 ഇൻറ്റു 3/4 എന്ത് കിട്ടും, 3/8 4s are 32. അപ്പോൾ നമുക്ക് 3/32 എന്ന് കിട്ടി. ഈ ഒരു മെത്തേഡിൽ ചെയ്തപ്പോൾ നമുക്ക് 3/32 കിട്ടി. നോക്കാം നമുക്ക് ലാസ്റ്റ് ആൻസർ. കണ്ടോ, 3/32 ആണ് ലാസ്റ്റ് ആൻസർ. അപ്പോൾ ഇങ്ങനെ പല മെത്തേഡിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്കിത് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ മനസ്സിലാകാൻ വേണ്ടി. പല മെത്തേഡിൽ ചെയ്യാൻ നമ്മൾ എടുക്കുന്നതനുസരിച്ചാണ് കേട്ടോ. പക്ഷേ ലാസ്റ്റ് ആൻസർ സെയിം ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ എടുത്തത് ഇതിനെ ഈ ഒരു സ്ക്വയറിനെ നമ്മൾ 4 സ്ക്വയറുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിലെ ഒരു സ്ക്വയറാണ് ഈ കാണുന്ന ഈ സ്ക്വയർ. അപ്പോൾ ഇത് ഈ 4 എണ്ണത്തിൽ ഒന്നായതുകൊണ്ട് നമ്മൾ 1/4 എടുക്കുന്നു. ഇനി നമ്മൾ ഇത് മാത്രമേ നോക്കുന്നുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ എടുത്ത ഈ ഒരു സ്ക്വയർ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഇതിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതാണ് ഇങ്ങനെ. അപ്പോൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഈ ഒരു പോർഷൻ, അതായത് നമ്മുടെ ഷെയ്ഡഡ് റീജിയനുള്ള പോർഷൻ എടുക്കുന്നു. അപ്പം അതെന്താണ്, 2 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ ഒരു പോർഷൻ, ദാറ്റ് ഈസ് 1/2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 1/8 എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു പോർഷൻ എടുത്തപ്പോൾ എന്തായി, 1/8 എന്ന് കിട്ടി. ഇനി അതിനകത്ത് നമുക്ക് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് നോക്കിയേ. ഇങ്ങനെയാണ് നമ്മുടെ ഫിഗർ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഇത്രയും മാത്രമാണ് നോക്കുന്നത്. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ട്രയാങ്കിൾ, ഇതിനെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതൊരു ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിൾ. അതിനകത്ത് ഷെയ്ഡ് ചെയ്ത് വന്നിട്ടുള്ളത് ഇത്രയുമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് അല്ലേ. എത്ര ട്രയാങ്കിൾസ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, 3 ട്രയാങ്കിൾസ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. 4 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ 3 എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ്
3/4. അപ്പോൾ ഈ 1/8നെ 3/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 3/32 സ്ക്വയർ യൂണിറ്റ്സ് എന്ന് കിട്ടും. അപ്പോൾ ഈ ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ എന്ന് പറയുന്നത് 3/32 സ്ക്വയർ യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഇത് വായിച്ചിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. ഇനിതാ ഇവിടെ നമുക്ക് 2 ഫിഗറുകളും കൂടെ തന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? നമുക്കിതാ ഇതിൻ്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഇതാ ഈ ഒരു ഏരിയ, ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന ഈ ഏരിയ കണ്ടല്ലോ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് എങ്ങനെ എടുക്കാമെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇതിനെ 2 ട്രയാങ്കിൾസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുന്നു. പലരും പല മെത്തേഡായിരിക്കും ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനെ 2 ട്രയാങ്കിൾസ് ആയിട്ട് എടുക്കുന്നു. ഒന്ന് ഇതാ ഈ ട്രയാങ്കിളും അടുത്തത് ഈ ട്രയാങ്കിളും. അപ്പോൾ ഇതാ ഈ ട്രയാങ്കിൾ ഞാൻ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഈ സ്ക്വയറിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തതിലെ ഒരു പോർഷൻ ആണ് ഇത്. അപ്പോൾ എന്ത് വന്നു? 1/2 എന്ന് വന്നു. 1/2 ഇൻറ്റു, ഇനി നമുക്ക് എങ്ങനെ എടുക്കാം? ഇവിടുന്ന് ഇങ്ങനെ വരച്ചാൽ ഇങ്ങനെ എടുത്ത് ഞാൻ കണ്ടോ. ഇപ്പോൾ ഇത് ഒരു ട്രയാങ്കിളായി, ഇത് അടുത്ത ട്രയാങ്കിളായി, ഇത് അടുത്ത ട്രയാങ്കിൾ, ഇത് അടുത്ത ട്രയാങ്കിൾ. അപ്പോൾ മൊത്തം 4 ട്രയാങ്കിൾസ് വന്നു. അതിൽ 3 എണ്ണം ഷെയ്ഡ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 3/4. 3/4 അല്ലേ? അപ്പോൾ എന്ത് വരും? 1 × 3 3, 4 × 2 8. അപ്പോൾ ഈ ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ എന്ന് പറയുന്നത് 3/8 സ്ക്വയർ യൂണിറ്റ്സ് ആണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മൾ ഇതാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇതിനെ ഈ ഒരു സ്ക്വയറിനെ നമുക്ക് 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് 1/4 ആണ്. നമുക്ക് ഈ ഷെയ്ഡഡ് റീജിയനുള്ള ഈ ഒരെണ്ണം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഈ ഒരു ഇത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇതെന്ന് പറയുന്നത് 1/4 ആണ്. ഇനി നോക്കിയേ, ഇതിനെ നമുക്ക് വീണ്ടും ട്രയാങ്കിൾസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെ ഇപ്പം നോക്കിയേ, ഇതിനകത്ത് എത്ര ട്രയാങ്കിൾസ് വന്നു? 1 2 3 4 5 6 7 8. മൊത്തം 8 ട്രയാങ്കിൾസ് വന്നു. അതിൽ എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 1 2. അപ്പോൾ ഷെയ്ഡ് ചെയ്തത് ഇതിനകത്ത് 2/8. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇതിനെ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്ത് വന്നു? 1 × 2 2, 4 × 8 32. 2/32 സ്ക്വയർ യൂണിറ്റ്സ് ആണ് ഈ ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡിവൈഡ് ചെയ്യാം. പക്ഷേ നിങ്ങൾ ട്രയാങ്കിൾസ് ഒക്കെ ആക്കുമ്പം ട്രയാങ്കിൾസുകളുടെ സൈസ് ഒരേപോലെ ആണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ആ ഫ്രാക്ഷനുകളെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത പോർഷനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫിഗർ ഇറ്റ് ഔട്ടാണ്. അതുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.